ബി.ജെ.പിക്ക് നല്ലൊരു അടിയാണ് കിട്ടിയിട്ടുള്ളത്. ബി.ജെ.പി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പാർട്ടി വിട്ട് പോകുന്നത് എന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഈ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 10ൽ കൂടുതൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റിൽ. പക്ഷേ ഇത് നമ്മൾ അറിയുന്നില്ല. കാരണം ഗോദി മീഡിയ നമ്മൾ ഇത് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കവർ ചെയ്യുന്നില്ല. നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്തിനാണ് ഈ പറയുന്ന ബി.ജെ.പി പ്രവർത്തകൻ ബി.ജെ.പി വിട്ട് പോയിട്ടുള്ളത്? ആ വീഡിയോ കാണാം. नमस्कार, मैं मुकेश कुमार झंझोत्रा वाल्मीकि। मैं आज ये घोषणा करता हूं कि मैं भारतीय जनता पार्टी के सभी दायित्वों से और प्राथमिक सदस्यता से त्याग पत्र दे रहा हूं। मैं पिछले 15 साल से लगातार पार्टी संगठन में दायित्व निभा रहा था। मौजूदा मैं प्रदेश महामंत्री एससी मोर्चा चंडीगढ़ की जिम्मेदारी मेरे पास थी और हरियाणा में मैं जिलाध्यक्ष पानीपत भी रहा, कुरुक्षेत्र का प्रभारी रहा, थानेसर विधानसभा का इंचार्ज रहा। विभिन्न चुनाव में मुझे काम करने का अन्य प्रदेशों में भी मौका मिला। संगठन के लिए हमने दिन रात मेहनत की। हमने गरीब, किसान, मजदूर, छोटे व्यापारी सभी के बीच में जाके पार्टी के लिए समर्थन जुटाया और बार बार सरकार बनाने का काम जिससे हुआ। लेकिन अभी मैं देख रहा हूं कि पिछले कई वर्षों से भारतीय जनता पार्टी अपने मूल सिद्धांतों से भटक चुकी है और जनता की अपेक्षाओं के अनुरूप कार्य नहीं हो रहे। इसलिए मैं आहत होकर लोगों की भावनाएं आज भारतीय जनता पार्टी के खिलाफ है। उन सब की भावनाओं को मद्देनजर रखते हुए, उनकी कदर करते हुए मैंने भारतीय जनता पार्टी के सभी पदों से इस्तीफा देना ठीक समझा और आगे हम संघर्ष करेंगे और संघर्ष करके इस दमनकारी सरकार को हरियाणा प्रदेश से उखाड़ फेंकने का कार्य हरियाणा प्रदेश की देवतुल्य जनता के सहयोग से करेंगे। आप सबका धन्यवाद। കേട്ടില്ലേ? ഇനി മനസ്സിലാവാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് പറയുന്നത്. മുകേഷ് കുമാർ ജഞ്ചോത്ര വാൽമീകി എന്നാണ് എന്റെ പേര്. ഞാൻ ഒഫീഷ്യലി റിസൈൻ ചെയ്യുകയാണ്. ബി.ജെ.പിയുടെ പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും അതുപോലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്, അതായത് റിസൈൻ ചെയ്യുകയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഏകദേശം 15 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ഒരു പാർട്ടി ഓർഗനൈസേഷനുമായി വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി MC മോർച്ച ചണ്ഡീഗഡ്. അതുപോലെ എന്റെ പഴയകാല റോൾ എന്ന് പറയുന്നത് ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരുന്നു ഫോർ പാനിപത്ത്, അതുപോലെ ഇൻചാർജ് ഫോർ കുരുക്ഷേത്ര, അതുപോലെ ഇലക്ഷൻ ഇൻചാർജ് ഫോർ ദി തെനേശ്വർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് അവരുടെ പാസ്റ്റിലുള്ള റോള്. അതുപോലെ ഇവർ പറഞ്ഞിട്ടുള്ളത് രാവും പകലും ഒന്നും നോക്കാതെ കഷ്ടപ്പെട്ടിട്ട് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പാവങ്ങളുടെയും ഫാമേഴ്സിന്റെയും അതുപോലെ മറ്റു ലേബർമാർ, അതുപോലെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ നടന്ന് ഇവരൊക്കെ ഈ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും വലിയ തരത്തിലുള്ള ഒരു സപ്പോർട്ടിങ് കൊടുക്കുകയും അതിനുശേഷം പല തവണയായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് എന്നാണ്, അതായത് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി, പാർട്ടിക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി പല തവണ പല രീതിയിലും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം പറയുന്നത് ഞാൻ എന്തിനാണ് ഈ പാർട്ടി വിട്ടു പോകുന്നത്, അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളായി ബി.ജെ.പി അവരുടെ കോർ പ്രിൻസിപ്പളിൽ നിന്നും ഭിന്നിച്ചിട്ടാണ് പോകുന്നത്. അതായത് അതിന്റെ കോർ പ്രിൻസിപ്പൾ, ബി.ജെ.പിയുടെ കോർ പ്രിൻസിപ്പൾ എന്താണോ അതല്ല ഇപ്പോഴത്തെ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ അതിൽ നിന്നും മറ്റൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇപ്പോൾ പബ്ലിക് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരിൽ നിന്നും ആ ഒരു കാര്യം ഇവർ ചെയ്തു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവർ എത്തുന്നില്ല. അവർ മറ്റൊരു രീതിയിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്കാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സങ്കടമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഈ പാർട്ടിക്ക് എതിരായിട്ട് പബ്ലിക് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം കൂടി ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് പബ്ലിക് ഫീലിങ്സ്, അതായത് നമുക്കറിയാം പബ്ലിക് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു സാധനം ആ റൂളിംഗ് ഗവൺമെന്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യും, ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചർ പ്ലാൻ, അതായത് ഇനി എന്ത് ചെയ്യും എന്നൊരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ
ജനങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എന്താണോ താല്പര്യം, എന്താണോ വേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് ഫൈറ്റ് ചെയ്യും, അവർക്ക് വേണ്ടി ഫൈറ്റ്, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പോഴത്തെ കറന്റ് ഒപ്രസീവ് ആയിട്ടുള്ള ഗവൺമെന്റ് ഹരിയാനയിലുള്ള, അതായത് ഫ്രം ഹരിയാനയിൽ നിന്ന് എന്ത് ചെയ്യും, ഇവരെ മാറ്റും എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് വിത്ത് സപ്പോർട്ട് ആൻഡ് കോഓപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് സിറ്റിസൺ, സ്റ്റേറ്റിലുള്ള സിറ്റിസൺസിന്റെ സപ്പോർട്ടും കോർഡിനേഷനിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റിനെ മാറ്റും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ആ ബി ജെ പിയിലുള്ള ഇത്രയും റോളും കാര്യങ്ങളും ഒക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബി ജെ പി മെമ്പർ, അതും സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആണ് ഈ വിവരം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ബി ജെ പി ഏതോ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ കോർ പ്രിൻസിപ്പളിൽ നിന്നൊക്കെ മാറി, ഇപ്പോൾ പ്രിൻസിപ്പളൊക്കെ മാറി എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതല്ല ഇപ്പോൾ പാർട്ടി ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പല സ്റ്റേറ്റിലുമായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പലതും അറിയുന്നില്ല. ഒന്നാമത്തെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് എഗനിസ്റ്റ് പവർ കമ്പനീസിന് നേരെ ഗുജറാത്ത് ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. ഇവിടെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് എതിരെയാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഹൈ പവർ ടാരിഫാണ്, അതുപോലെ ഫോൾട്ടി ബിൽ പ്രാക്ടീസ്, അതായത് ബില്ല് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ ഇറഗുലർ സപ്ലൈ, പവർ സപ്ലൈ കൃത്യമായ രീതിയിൽ പവർ സപ്ലൈ നൽകുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗുജറാത്ത് ഫാമേഴ്സ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഫാമേഴ്സിനെ അത് ഇറിഗേഷൻ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കീ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രിസിറ്റി ടാരിഫ് കുറക്കണം ഫോർ അഗ്രികൾച്ചറൽ കൺസ്യൂമേഴ്സിനെങ്കിലും എന്ത് ചെയ്യണം, ഈ ടാരിഫ് കുറക്കണം. അതുപോലെ വിഡ്രോവൽ ഓർ റിവിഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ഇലക്ട്രിസിറ്റി ബിൽ, അതായത് പ്രശ്നമുള്ള ഇലക്ട്രിസിറ്റി ബിൽ ഒന്നുകിൽ റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ വിഡ്രോ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ റിലയബിൾ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, അതായത് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പവർ സപ്ലൈ എന്ത് ചെയ്യണം, സ്റ്റേറ്റിൽ ഉണ്ടാവണം. അതുപോലെ ഫെയർ പോളിസി ദാറ്റ് റെഡ്യൂസ് ദ ഫൈനാൻഷ്യൽ ബർഡൻ ഓൺ ഫാമേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത് ബിൽ പ്രാക്ടീസും അതുപോലെ ടാരിഫ് റിവിഷനും ഒക്കെ നടക്കുന്നത് ആസ് പെർ ദ റെഗുലേറ്ററി നോംസ് എന്നാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് MPSC ആസ്പിറൻസ് പ്രൊട്ടസ്റ്റ് ആണ് ഇൻ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അതായത് ആയിരക്കണക്കിന് ആസ്പിറന്റ് MPSC ആസ്പിറന്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ഡിലേ ഇൻ റിക്രൂട്ട്മെന്റിലുള്ള ഡിലേ ആവുന്നുണ്ട്, അതുപോലെ ഫ്രീക്വന്റ് പോസ്റ്റ്പോൺ ഓഫ് എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ്പോൺ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ പ്രൊലോങ്ഡ് വേക്കൻസീസ് ഇൻ വേരിയസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഫില്ല് ചെയ്യുന്നില്ല. അതായത് ഫില്ല് ചെയ്യാതെ അതിൽ എക്സാംസ് ഒന്നും നടത്താതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്ന് എക്സാം പ്രോപ്പറായി നടത്തണം, അതുപോലെ എക്സാമിന് എന്ത് ചെയ്യണം, റിക്രൂട്ട്മെന്റ് ഓൺ ടൈമിൽ നടക്കണം, അതുപോലെ ലോങ് പെൻഡിങ് വേക്കൻസീസ് ഒക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം, അങ്ങനെയുള്ള അതുപോലെ ട്രാൻസ്പെറൻസി ഉണ്ടാവണം എക്സാമിൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ജവഹർ യൂണിവേഴ്സിറ്റി ഡിമോളിഷൻ പ്രൊട്ടസ്റ്റ് ഇൻ ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഡിമോളിഷൻ ആക്ഷൻ ഓഫ് പാർട്ട് ഓഫ് മുഹമ്മദ് അലി ജവഹർ യൂണിവേഴ്സിറ്റി സ്പാർക്ക് പ്രൊട്ടസ്റ്റ് ഫ്രം സ്റ്റുഡൻസ്, ലോക്കൽ റെസിഡൻസ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അതായത് സ്റ്റുഡൻസ് മാത്രമല്ല, സ്റ്റുഡൻസും ലോക്കൽ റെസിഡൻസും സപ്പോർട്ടേഴ്സും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരെ ഈ ഒരു ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ഡിമോളിഷൻ, ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ ഡിമോളിഷൻ എതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പ്രൊട്ടസ്റ്റേഴ്സ് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, പബ്ലിക് റിസോഴ്സസ് ആണ് ഇതുപോലെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റി എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ ഈ ഒരു കാര്യം ഡിമോളിഷൻ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഗവൺമെന്റ് പറയുന്നത് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് മെയിൻറ്റെയിൻ ആക്ഷൻ, ഈ ആക്ഷൻ നടക്കുന്നത് കൃത്യമായ, അതായത് ലീഗൽ നോംസ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്ട്രക്ചർ അടിച്ച് പൊളിക്കുന്നത് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, കീ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഡിമോളിഷൻ ഇനി ഹോൾട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം, ഫർദർ ലീഗൽ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയെങ്കിലും ഈ ഒരു ഡിമോളിഷൻ പ്രോസസ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ആക്കി വെക്കണം എന്നാണ് പറഞ്ഞത്. പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, അത് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ട്രാൻസ്പെറൻസി ആൻഡ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിൽ കൃത്യമായ രീതിയിലുള്ള ഡ്യൂ പ്രോസസ് ആൻഡ് ട്രാൻസ്പെറൻസി കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, ഇനി കർണാടകയിൽ AI ടൗൺഷിപ്പ് ലാൻഡ് അക്യൂസിയേഷൻ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, കർണാടകയിലാണ്. അതായത് സംഭവം എന്ന് പറയുന്നത് ഫാമേഴ്സ് ആൻഡ് ലോക്കൽ റെസിഡൻസ്
in Karnataka has been protesting against the proposal. Accusation of agriculture അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ലാൻഡ് അക്യൂസേഷൻ നടക്കുന്നതിന് എതിരായിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രൊട്ടസ്റ്റേഴ്സ് പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഫാം ലാൻഡ് ആണ്, അതുപോലെ അവരുടെ ജീവിത മാർഗമാണ്, അതൊക്കെ റിസ്കിലാക്കിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. കൃത്യമായ രീതിയിലുള്ള കൺസൾട്ടേഷൻസോ കോമ്പൻസേഷനോ റീഹാബിലിറ്റേഷനോ അങ്ങനെ ഒരു കാര്യവും കൃത്യമായി ചെയ്യാതെയാണ് ഈ ഒരു കാര്യം, അതായത് ലാൻഡ് അക്യൂസേഷൻ നടക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കീ ഡിമാൻഡ് എന്ന് പറയുന്നത് ക്യാൻസൽ ഓർ റീകൺസിഡർ ദ പ്രപ്പോസൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാൻഡ് അക്യൂസേഷന്റെ. അതുപോലെ പ്രൊട്ടക്ട് ഫെർട്ടൈൽ അഗ്രികൾച്ചർ ലാൻഡ്, കാരണം അഗ്രികൾച്ചർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൈമറി സെക്ടറാണ് അഗ്രികൾച്ചർ. അപ്പോൾ അതിന്റെ ലാൻഡാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇവർ പറയുന്നത് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്, അതായത് നല്ല രീതിയിൽ അഗ്രികൾച്ചർ നടത്താൻ പറ്റുന്ന ഒരു ലാൻഡാണ് ഇവർ അക്യൂസേഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ, അടുത്തത് പഞ്ചാബ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഇന്ത്യ US ട്രേഡ് ഡീൽ. ഇപ്പോഴും ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഫാമേഴ്സ് യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യാനും പബ്ലിക് മീറ്റിംഗ്സ് ഒക്കെ പഞ്ചാബിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ആണ് പുറത്തുവിട്ടത്. അതുപോലെ നക്തി ഡിമോളിഷൻ ഡ്രൈവ് പ്രൊട്ടസ്റ്റ്, ഇത് ഉത്തരാഖണ്ഡിലാണ്. അതായത് നക്തി വില്ലേജ് റെസിഡൻസ് ആണ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഓൺഗോയിങ് ഡിമോളിഷൻ ഡ്രൈവ് ആണ്. അവിടെ വീടുകളും ഷോപ്പുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്തൗട്ട് അഡിക്വേറ്റ് റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ ഇവരുടെ സഫീഷ്യന്റ് ആയിട്ട് നോട്ടീസ് നൽകാതെയോ ഒക്കെയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡ്യൂ പ്രോസസ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും കൊടുക്കാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാമിലീസ് ഇത് കാരണം എഫക്ട് ആവുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ, അതായത് ഈ ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഡിമോളിഷൻ ഡ്രൈവ് എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ലീഗൽ ഇഷ്യൂ, അതായത് ലീഗലായിട്ട് ഇത് റിസോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കിയതിന് ശേഷം, അതൊക്കെ തീർന്നതിന് ശേഷം ഡിമോളിഷൻ നടത്തുക എന്നാണ് പറഞ്ഞത്. അതുപോലെ എൻഷുർ പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കൊടുക്കണം, അതുപോലെ കോമ്പൻസേഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടുള്ളത്. ഓക്കെ, അടുത്തത് ശിവാലിക് ഡിമോളിഷൻ പ്രൊട്ടസ്റ്റ് ഇൻ ഉത്തരാഖണ്ഡ്, അതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. അതും ഇതുപോലെ തന്നെയാണ് ഡിമോളിഷൻ നടക്കുന്നുണ്ട്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡിമോളിഷൻ ആണ് നടക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്, അതായത് മറ്റേ ഡിമാൻഡ്സ് പോലെ തന്നെയാണ്. ഫെയർ ആയിട്ട് റീഹാബിലിറ്റേഷൻ ആൻഡ് കോമ്പൻസേഷൻ കൊടുക്കുക, അതുപോലെ സസ്പെൻഡ് ദ ഡിമോളിഷൻ ഡ്രൈവ്, ലീഗൽ പ്രൊസീഡിങ്സ് കഴിയുന്നത് വരെ എന്ത് ചെയ്യണം, ഈ ശിവാലിക് ഡിമോളിഷൻ പ്രൊട്ടസ്റ്റ് തൽക്കാലം സസ്പെൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ആണ് കെൻ ബെത്വ റിവർ ലിങ്ക് പ്രൊജക്ട് പ്രൊട്ടസ്റ്റ്. ഇത് നടക്കുന്നത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ എൻവയോൺമെന്റൽ ഗ്രൂപ്പ്, കൺസർവേറ്റിസ്റ്റ്, ലോക്കൽ കമ്മ്യൂണിറ്റി, ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ ഇതിനെതിരെ വൻതോതിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ മധ്യപ്രദേശിൽ, അതായത് കുറെ ദിവസമായി ട്രൈബൽസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് പോലീസ് അവിടെ വന്നിട്ട് അവർക്ക് ഒരു വാക്കും ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ട് നീക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് ആ പ്രൊട്ടസ്റ്റ് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് അടിച്ച് തകർക്കാൻ നോക്കുന്നത് പോലെ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ച് തകർക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നീറ്റ് പേപ്പർ ലീക്ക് പ്രൊട്ടസ്റ്റ് നമുക്കറിയാവുന്നതാണ്. ജന്തർ മന്ദിറിലും ആയിട്ടൊക്കെ നടക്കുന്ന സ്റ്റുഡൻസ്, പാരന്റ്സ്, എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഈ ഒരു പ്രൊട്ടസ്റ്റ്. അതുപോലെ സോനം വാങ്ചുങ്ങിന്റെ ഹങ്കർ സ്ട്രൈക്ക് മറ്റൊന്ന്, അതും ഇതുമായിട്ട് ലിങ്ക്ഡ് തന്നെയാണ്. സോനം വാങ്ചുങ്ങിനെ നമുക്കറിയാം, ഇന്നലെ പോലീസ് ബലപ്രയോഗത്തിൽ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതിനു പകരം ഇപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ, അതായത് വലിയ തരത്തിൽ സ്റ്റുഡൻസും പാരന്റ്സും ഒക്കെ അവിടെ വലിയ തരത്തിൽ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ജന്തർ മന്ദറിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളൊന്നും അറിയുന്നില്ല കൃത്യമായ രീതിയിൽ. കാരണം ഗോദി മീഡിയ ഈ കാര്യമൊന്നും കവർ ചെയ്യുന്നില്ല. അതായത് സർക്കാർ വിചാരിച്ചു, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഗോദി മീഡിയ ഈ കാര്യമൊന്നും നമ്മളെ ഒന്നും അറിയിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ, ഇത് സാമ്പിൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണിപ്പൂർ ഇഷ്യൂ, കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ മണിപ്പൂർ വയലൻസിനെ കുറിച്ചിട്ട് എത്ര ന്യൂസസ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ന്യൂസസ് പുറത്തു വരുന്നില്ല. കാരണം അതൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ പാടില്ല. അതായത് നല്ല കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം, അതായത് BJPക്ക് ഇപ്പോഴുള്ള സർക്കാരിനെ നല്ല പേര് വരുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ മതി. അല്ലാതെ ഇതുപോലുള്ള നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളൊന്നും ജനങ്ങൾ അറിയാൻ പാടില്ല എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ഒരു മീഡിയയും അഡ്രസ് ചെയ്യാത്തത്.
ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.